ഇനി രാമചന്ദ്രൻ ചേട്ടന്റെ കുടുംബത്തോട് 2 വാക്ക്. ഒരു പ്രസംഗത്തിനും നിങ്ങളുടെ നഷ്ടം നികത്താനാവില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കും. കേവലം വാർത്താ ചർച്ചകളുടെ ബഹളങ്ങളിൽ ആ ജീവൻ വിസ്മരിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് ഈ ഓർമ്മദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നാം അവരെ എന്നും ഓർക്കും, അവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കും. നിരപരാധികൾക്ക് നേരെയുള്ള പ്രതികാരം നാം അനുവദിക്കില്ല. അതേസമയം കുറ്റവാളികളെ കുറിച്ചുള്ള നിശബ്ദത നാം വെടിയുകയും ചെയ്യും. ഭാരതത്തിന്റെ ഭാവി തീരുമാനിക്കാൻ ഭീകരവാദത്തെ നാം ഒരിക്കലും അനുവദിക്കില്ല. ഭീകരർ ഇന്ത്യ കത്തിയെരിയണമെന്നും ഭയം ഭരിക്കണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ഇന്ത്യ ആത്മസംയമനത്തോടെയും ധൈര്യത്തോടെയും അവർക്ക് മറുപടി നൽകി. ആ സ്മരണകളോടെ, അന്തസ്സോടെ, ഐക്യത്തോടെ നാം ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. രാമചന്ദ്രൻ ചേട്ടന്റെയും മറ്റ് ഇരകളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നമ്മുടെ രാജ്യം എന്നും ജാഗരൂകരായി ആത്മസംയമനത്തോടെ സർവസജ്ജരായി നിലകൊള്ളട്ടെ. ജയ് ഹിന്ദ്.